സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. സ്വയംവരത്തിന്റെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പോകാത്ത ഒരു സ്ഥലത്തേക്കാണ്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ദെയർ ടു മീറ്റ് പ്രിയ ആൻഡ് കൃഷ്ണകുമാർ. സ്വയംവരത്തിൽ നമ്മൾ 260ഓളം എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യൽ ആൻഡ് വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇതുവരെ ചെയ്തതിനേക്കാളും വളരെ ടച്ചിങ് ആയിട്ട് വളരെ സന്തോഷം തരുന്ന ഒരു എപ്പിസോഡാണെന്ന് ഞാൻ അഷ്വർ ചെയ്യുന്നു. നമ്മൾ ഒരുപാട് സെലിബ്രിറ്റി വെഡ്ഡിങ്സ് കണ്ടിട്ടുണ്ട്, ഒരുപാട് ആർഭാടങ്ങൾ നിറഞ്ഞ ബിഗ് ഫാറ്റ് വെഡ്ഡിങ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വെഡ്ഡിങ് സ്പെഷ്യൽ ആക്കുന്നത് ഇവിടുത്തെ കോസ്റ്റ്യൂംസോ ജ്വല്ലറിയോ ഇവിടുത്തെ സ്റ്റേജോ ആംബിയൻസോ ഒന്നുമല്ല, മറ്റൊന്നാണ്. ഒരു കൂട്ടം ആങ്ങളമാർ, ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ 14 ആങ്ങളമാർ. ഇവരെല്ലാവരും ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ശരിക്കും ഇവരുടെ സേവിങ്സിൽ നിന്നും ഇവരുടെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ചെറിയ തുക മാറ്റി വെച്ചാണ് ഇവർ ഈ കല്യാണം നടത്തുന്നത്. ഒരു കല്യാണത്തിൽ ആങ്ങളയുടെ റെസ്പോൺസിബിലിറ്റി ഒരുപാടുണ്ട്. ശരിക്കും എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിൽ അച്ഛനമ്മ കുറച്ച് മുതിർന്നവരാണെങ്കിൽ ആങ്ങളെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. സോ അവർ ഈ റെസ്പോൺസിബിലിറ്റി ഭംഗിയായിട്ട് ഏറ്റെടുത്ത് ഒരു കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ പ്രിയ ആൻഡ് കൃഷ്ണകുമാർ ഇവരുടെ കല്യാണ വിശേഷങ്ങൾ നമുക്കറിയണ്ടേ? ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. നവദമ്പതികളായ പ്രിയ ആൻഡ് കൃഷ്ണകുമാർ ഇവിടെ ഉണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ രണ്ടുപേർക്കും കല്യാണത്തിൻ്റെ എല്ലാവിധ മംഗള ആശംസകളും. സോ ഇപ്പം നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ശരിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പ്രിയ ടയേർഡായി കുറച്ച് അല്ലേ? പനിയുണ്ട്. എന്തോ ഫീവർ ഉണ്ട്? അതെന്താ ടെൻഷൻ അടിച്ചതാണോ? അല്ല. ഓക്കെ. പ്രിയനെ കുറിച്ച് പറയൂ. പ്രിയയുടെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താ പ്രിയ ചെയ്യുന്നത്? ഞാൻ BA സോഷ്യോളജി 3rd ഇയർ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഡിപ്ലോമ നേഴ്സിംഗ് കഴിഞ്ഞതാ. പിന്നെ ഇപ്പം അമ്മയും മുത്തശ്ശൻ അനിയത്തി മാമയും അമ്മായും വേറെ താമസിക്കുന്നത്. അച്ഛനില്ല. ഇവിടെയാണ് വീട്. മുക്കാലി. കൃഷ്ണകുമാറിനെ കുറിച്ച് പറയും. എൻ്റെ വീട് മുക്കണ്ണ. വീട്ടിൽ ഉള്ളത് ഏട്ടന്മാർ നേരം മുകളിൽ ഒരു ഏട്ടനും മൊത്തം ഞങ്ങൾ 4 ആണുങ്ങൾ 3 ഏട്ടന്മാരുള്ള എനിക്ക്. ഏറ്റവും ഇളയതാണ്. മറ്റുള്ളവരൊക്കെ 2 പേര് സെറ്റിലായി. ഞാൻ നേരം മുകളിലേക്കും ഓക്കെ. എന്ത് ജോലി ചെയ്യുന്നു? ഇന്റീരിയർ വർക്ക്. അടുത്ത് തന്നെ? ഞങ്ങൾ പുറത്തോട്ട് വർക്ക്. ഓക്കെ. പ്രിയയുടെ ഒരു കല്യാണം നടക്കുന്നത് ശരിക്കും നിങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ഒരു കൂട്ടം ആങ്ങളമാരെ നടത്തി തന്ന ഒരു വിവാഹമാണ് അല്ലേ? എങ്ങനെയാണ് പ്രിയ ഇതിലേക്ക് അപേക്ഷിക്കുന്നത്? അതിനെ കുറിച്ച് പറയാം. വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി വഴി അറിയണതാ. ഗീത എന്ന ചേച്ചിൻ്റെ പേര്. ചേച്ചി ഒരു അപ്രത്യക്ഷമായിട്ട് ഒരു ദിവസം വന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ട് ശരിയായത്.
നമ്മൾ യൂഷ്വലി ഒരു കല്യാണത്തിന് പോകുമ്പം ചെറുക്കൻ ആൻഡ് പെണ്ണ് ഇവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിരിക്കും ഒരു ഡ്രസ് കോഡിൽ അല്ലെങ്കിൽ ഒരു കളർ തീമിൽ എപ്പോഴും റെഡിയായി ഒരുങ്ങാറുള്ളത് അല്ലേ. സോ ഇവിടെ കാണുവാണെങ്കിൽ ഇവരെല്ലാവരും ഒരേ ഒരു കളർ ഷർട്ടിലൊക്കെ ഒരേപോലെയാണ് ഡ്രസ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണെന്ന്. ഇവരെല്ലാവരും പെൺകുട്ടിയുടെ ആങ്ങളമാരാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര അധികം ആങ്ങളമാരാണെന്ന്. ഇതിനൊരു കഥയുണ്ട്. ഈ കഥ പറയാനായിട്ട് ആണ് ഈ കൂട്ടം ആങ്ങളമാർ ഇവിടെ എത്തിയേക്കുന്നത്. സോ ആദ്യം തന്നെ എല്ലാ ആങ്ങളമാർക്കും വെൽക്കം ടു അവർ ഷോ. സോ ആങ്ങളമാരെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും അറിയാനായിട്ട് എന്താണ് ഇത്രമാത്രം ആങ്ങളമാരെന്ന്. അതിൻ്റെ ഒരു കഥ പറയൂ. ഇതൊരു ആങ്ങള കൂട്ടായ്മയാണ്. 14 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഞങ്ങൾ ഈ ആങ്ങളമാരെന്ന് പറയുന്നത്. ഈ കൂട്ടായ്മ രൂപപ്പെടാണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ 14 പേരും ഞങ്ങളുടെ ഫാമിലി കൂടിയിട്ടൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മലേഷ്യ 4 ഡേയ്സിന്റെ ടൂറായിരുന്നു. ഈ ടൂർ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ എല്ലാവരും ഒന്ന് പോയി അടിച്ചു പൊളിച്ച് ഒന്ന് എൻജോയ് ചെയ്യാം, ഇതായിരുന്നു ടൂറിന്റെ ഉദ്ദേശം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഐഡിയ തോന്നി, നമ്മൾ എൻജോയ് ചെയ്യാനാണ് പോണത്, സന്തോഷിക്കാനാണ് പോണത്. നമ്മുടെ 14 പേരുടെ ഒപ്പം നമ്മുടെ കേരളത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്ന് വിവാഹം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ഒത്തിരി പെങ്ങന്മാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കുടുംബത്തിലെ ഒരു പെങ്ങളെ സെലക്ട് ചെയ്ത്, ആങ്ങളമാരില്ലാത്ത ഒരു പെങ്ങളെ സെലക്ട് ചെയ്ത് അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ കല്യാണ വീട്ടിലേക്ക് 2 ദിവസം മുമ്പ് ടൂറായിട്ട് പോവുകയാണ്. 14 പേരായിട്ട് എന്ത് ചെയ്യുന്നു, ടൂറായിട്ട് പോകുന്നു. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണക്കുറി, കല്യാണ പന്തൽ, വിളമ്പൽ, കലവറ, ആഭരണം, വസ്ത്രം, അങ്ങനെ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ പെങ്ങൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നിൽ തന്നെ നിന്ന് ചെയ്ത് 2 ദിവസം മുമ്പ് അവിടെ ചെന്ന് ചെയ്യുമ്പോൾ പാട്ടും ഡാൻസും എല്ലാം ആകുമ്പോൾ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്തു, സന്തോഷം കിട്ടി. അപ്പോൾ നമ്മൾ മലേഷ്യക്ക് ടൂർ പോകുമ്പോൾ നമ്മൾ മാത്രമാണ് സന്തോഷിക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങോട്ടാകുമ്പോൾ എന്താ, 14 പേരും അവരുടെ ഫാമിലിക്കും സന്തോഷം കിട്ടി. മാത്രമല്ല അതുമൂലം എന്താ, നമ്മുടെ ഒരു പെങ്ങളുടെ കുടുംബത്തിന് കൂടി ഒരു സന്തോഷം കിട്ടുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും വലിയൊരു കാര്യമാണ്. കാരണം മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ഗ്രീഡിയാണ്. എത്ര ഇങ്ങോട്ട് കിട്ടിക്കോട്ടെ എന്ന് മാത്രമേ ആൾക്കാർ ആഗ്രഹിക്കാറുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയും കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യണം. സോ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ എങ്ങനെയായിരുന്നു എല്ലാവരുടെയും ഫാമിലിയുടെ ഒരു എന്തായിരുന്നു ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഫാമിലിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാത്രമല്ല ഇതിന്റെ പ്രോഗ്രാം ഞങ്ങൾ ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ഭൂമിയിൽ പിറന്നു വീണതിന് ശേഷം ഏറ്റവും കൂടുതൽ മനസ്സ് സന്തോഷിക്കുന്ന ഒരു ദിവസമായിട്ട് മാറിയെന്നാണ് ഇന്നലത്തെ ഞങ്ങളുടെ പാട്ടും ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും. അതിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു ആളെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ഒരു വലിയ ചാലഞ്ചാണ് അല്ലേ. ഒരുപാട് ആൾക്കാരുണ്ട് ആവശ്യമുള്ളവർ. ചിലവർ ടു ഐഡന്റിഫൈ ദ റൈറ്റ് പേഴ്സൺ, അതെങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് ഈ ഒരു കുട്ടീനെ എങ്ങനെയാണ് ഐഡന്റിഫൈ, നിങ്ങളുടെ ക്രൈറ്റീരിയൻ എന്താണ്? ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കിട്ടാനായിട്ട് വന്നത്. സെലക്ട് ചെയ്ത് ആളെ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയ ആണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് അപേക്ഷകൾ നമുക്ക് വന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ തന്നെ ഒരു എൻക്വയറി നടത്തിയിട്ട് ഏറ്റവും കറക്റ്റായിട്ട് ഏറ്റവും അർഹയായിട്ടുള്ളതായിട്ടാണ് ഈ പെപ്പറിയാനെ നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഇതിനേക്കാളൊക്കെ പുറമെ ഞങ്ങൾക്ക് ഈ 14 പേർക്കും ഇത്തരത്തിലുള്ളതായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ആങ്ങളെ കൂട്ടായ്മയൊക്കെ രൂപവൽക്കരിക്കാൻ പ്രചോദനം ഉണ്ടായത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ചെയർമാനായ ബോബി ചെമ്മണ്ണൂരിൽ നിന്നുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആങ്ങളമാരെല്ലാവരും ബോബി ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ സ്റ്റാഫാണ്. ഇവരെല്ലാവരും ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്തത് ഫ്രം നൺ അതർ ദാൻ ശ്രീ ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂർ ഈ കല്യാണം കൂടാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സോ എൻ്റെ കൂടെ ഉള്ളത് ശ്രീ ബോബി ചെമ്മണ്ണൂരാണ്. ലെറ്റ് മി വെൽക്കം ഹിം ടു അവർ ഷോ. ഹലോ സർ. സോ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആങ്ങളമാർക്ക് ഇത്രയും ഒരു ഇൻസ്പിറേഷൻ, ഒരു ഇൻഫ്ലുവൻസ് ഇതൊക്കെ സർ ആണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ? ഇവരുടെ ഈ ഒരു വലിയൊരു കാര്യമാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇതിനെക്കുറിച്ചും ഈ ഒരു ആങ്ങളമാരുടെ ടീമിനെ കുറിച്ചും സാറിന് പറയാനുള്ളത്? നമ്മളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, വായിച്ചു കേൾക്കാറുണ്ട്, വാട്ട് ഈസ് ലവ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലവ്, വാട്ട് ഈസ് ലൈഫ്, എന്താണ് ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ശരിക്ക് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ. ആരായാലും നമ്മൾ ഇന്ന് ഈ കാലത്ത് എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം കാര്യം തന്നെ നോക്കാൻ നേരില്ല എന്ന് പറയുന്ന കാലഘട്ടം. പൈസ മാത്രം നോക്കി ഓടിക്കൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ജനങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയുള്ള സമയത്ത് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ഇതുപോലെയുള്ള നന്മകൾ, സമൂഹ വിവാഹം,
മറ്റുള്ളവർക്ക് അരി വിതരണം, ഭക്ഷണം, മരുന്ന് ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്തു വരികയാണ് ഇവർ. തീർച്ചയായിട്ടും ഇത് മാതൃകാപരമാണ്, രാജ്യത്തിന് തന്നെ മാതൃകമാണ്. കാരണം സ്ഥാപനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇത്ര % നീക്കി വയ്ക്കുക, അതൊക്കെ സാധാരണമാണ്. പക്ഷേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ കുറച്ച് പേരൊത്തുകൂടി അവരുടെ സമ്പാദ്യം, ചുരുങ്ങിയ കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നെടുത്ത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ്. ഇറ്റ്സ് റിയലി യൂണിക്. വലിയൊരു മനസ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് അനിലാണ് ചുക്കാൻ പിടിച്ചിട്ട് മറ്റുള്ളവർ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ ഒരു നിമിത്തമായി, ഇത് ഞാനല്ലെങ്കിൽ ആരെങ്കിലും ലോകത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, നമുക്ക് പറ്റാവുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിന്ന് കുറേ ഒരു മാതൃക കിട്ടിയെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അതിലും സന്തോഷമുണ്ട്. എന്തായാലും സംബഡി ബോൺ ടു ഡു സംതിങ് എന്ന് പറയില്ലേ, എന്നതാണ് അതിൻ്റെ ഫാക്ടർ. പ്രിയ എന്നുള്ള കുട്ടിയിൽ എന്താണ് നിങ്ങൾ കണ്ടത്? ഇപ്പോൾ ഒത്തിരി പേര് റിജക്ട് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഇതുപോലെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഇനിയും ചെയ്യാൻ താല്പര്യമുണ്ട്. സോ പ്രിയ എന്നുള്ള കുട്ടീനെ ചൂസ് ചെയ്യാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, എന്താണ് ആ കാരണം? ഞങ്ങൾ പ്രധാനമായിട്ട് ഈ ആങ്ങളെ കൂട്ടായ്മ ഇത് എല്ലാ മാസങ്ങളിലും ഇനി ഇതുപോലെ കല്യാണങ്ങൾ നടത്താനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, അപ്പോൾ ഇതിന് ഞങ്ങൾ തന്നെ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ വരികയാണെങ്കിൽ ഒരപേക്ഷ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ കുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ടാവും. വേറൊരു അപേക്ഷയിൽ നോക്കുമ്പോൾ അച്ഛനുണ്ടാവില്ല, അമ്മ മാത്രം ഉണ്ടാവുക. മൂന്നാമത്തെ ചിലപ്പോൾ ഒരു അപേക്ഷ നോക്കുമ്പോൾ അവിടെ എന്താണ്, അച്ഛനും അമ്മയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുക്കും? അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഇവർക്ക് അച്ഛൻ മരിച്ചു പോയി, അതുകൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്യുക. ആങ്ങളമാരില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയത്, പെൺകുട്ടിക്ക് ആങ്ങളമാരില്ലാത്ത ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? കാരണം എല്ലാത്തിനും ഒരു പാഷൻ ഉണ്ടല്ലോ. 14 പേരടങ്ങുന്ന അതൊരു ആങ്ങള കൂട്ടായ്മ എന്നാണ്. തീർച്ചയായിട്ടും ഒരാങ്ങള ഉണ്ടെങ്കിൽ ആ ആങ്ങളയുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ആ കല്യാണം നടത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ആങ്ങള കൂട്ടായ്മ എന്ന് പറഞ്ഞ ആ വാചകം അർത്ഥവത്തായിട്ട് വരണമെങ്കിൽ ആങ്ങളമാരില്ലാത്ത പെങ്ങന്മാരെ ചൂസ് ചെയ്യും. ഇതെങ്ങനെയാണ് ഈ ഒരു പേര് ശരിക്കും ഫോം ആവുന്നത്? ആങ്ങളമാർ എന്നുള്ള പേര് ആരാണ് ഇതിന്റെ അകത്ത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് തന്നെയായിരുന്നു വന്നത്. അങ്ങനെ സ്റ്റാർട്ടിങ് വളരെ രസം, വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് അല്ലേ? കാരണം ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ആങ്ങളയ്ക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് നിങ്ങളിപ്പം ഞാൻ വന്നപ്പോൾ തുടങ്ങി വളരെ ആക്റ്റീവായിട്ട് എല്ലാ സ്ഥലത്തും ഓടി നടന്ന് ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞു റൈറ്റ് ഫ്രം ഇൻവിറ്റേഷൻ ടു കോസ്റ്റ്യൂം, സ്വർണം എല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ട്. സോ അത് എന്തൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്തേക്കുന്നത്? അതിനെക്കുറിച്ച് ഒന്ന് പറയൂ. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ ആദ്യം എന്ത് ചെയ്തു? 600 ഇൻവിറ്റേഷൻ കല്യാണ കുറി അടിച്ച് പെണ്ണിൻ്റെ വീട്ടുകാരെ ചെല്ലും. ഞങ്ങളല്ല ആളുകളെ സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഏതൊരു വീട്ടിലും നടക്കുന്ന പോലെ വളരെ അന്തസ്സായിട്ട് വേണം എന്ത് ചെയ്യാൻ പ്രിയയുടെ വീട്ടിലെ കല്യാണം നടക്കേണ്ടത്. കാരണം അവർക്കൊരു കുടുംബത്തിനും അവൾക്കൊക്കെ ഒരു മോഹം ഉണ്ടാവും. ചുറ്റുപാടുകളിൽ കല്യാണങ്ങൾ ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളോട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പെങ്ങളായ പ്രിയയുടെ കല്യാണം അതേ അന്തസ്സോടുകൂടി തന്നെ എന്ത് ചെയ്യണം, നടക്കണം. അപ്പോൾ ഞങ്ങൾ 600 കല്യാണ കുറി അടിച്ച് എന്ത് ചെയ്ത് അവർക്ക് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ നെയ്ബേഴ്സ് ആരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതിന് പുറമെ ഞങ്ങൾ എൻ്റെ ഒരു കല്യാണ പന്തൽ ഞങ്ങൾ തന്നെ ക്രമീകരിച്ചു. അതിൻ്റെ സ്റ്റേജ്, ഇതിന് വേണ്ടതായിട്ടുള്ള തലേ ദിവസത്തെ ഭക്ഷണം, പിറ്റേ ദിവസത്തെ ഭക്ഷണം, ഇതിന് വേണ്ടിയിട്ടുള്ള സ്വർണം, 10 പവൻ്റെ സ്വർണം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ അവർക്കുള്ള കല്യാണത്തിനുള്ള വസ്ത്രം, ചെരുപ്പ്, അങ്ങനെ കല്യാണത്തിന് എന്താണ് നമ്മുടെ പെങ്ങന്മാർക്ക് വേണ്ടത്, ബ്യൂട്ടി മേക്കപ്പ് തൊട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതിന് പുറമെ ഇപ്പോൾ ഇന്നലെ മ്യൂസിക്കൽ പ്രോഗ്രാമും ഇന്നലെയും ഇന്നുമായിട്ട് ആ പ്രോഗ്രാമുണ്ട്. ഇന്നലെ ഡാൻസും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും
പ്രിയ ആൻഡ് കൃഷ്ണകുമാർ ഇവരുടെ വെഡിങ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Till we meet again, this is Rosen Jolly signing off. Bye. സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം സ്വയംവരം സ്വയംവരം